ശരിക്കും ഇങ്ങനെ തന്നെയാണ് കാടിനുള്ളിലോട്ടുള്ള വഴികളൊക്കെ ചെയ്യേണ്ടത്. കാടിലാണ് പോകുന്നതെന്നുള്ള ഫീല് നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള വഴികൾ തന്നെ വേണമല്ലേ. കല്ലും വേരുകളും നിറഞ്ഞ വഴിയിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും മാത്രമേ നമ്മൾ കാടിനുള്ളിലോട്ടാണ് പോകുന്നതെന്നുള്ള ഫീല് നമ്മുടെ ഉള്ളിലോട്ട് വരത്തുള്ളൂ. നമ്മൾ ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ കാടിനുള്ളിൽ നിൽക്കുന്നൊരു ഫീല് നമുക്ക് തരും കേട്ടോ. പല പല കാടുകളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ പോലെ സിമൻറ്റിൽ തീർത്ത കുറേ എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുന്ന പോലെ ഫീൽ നമുക്ക് കിട്ടും. ഇവിടെ അങ്ങനെയുള്ള കാഴ്ചകൾ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഞാൻ മറ്റ് കണ്ട സ്ഥലങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്കിവിടെ കുറച്ചുകൂടി നാച്ചുറലായിട്ടുള്ള കാഴ്ചകളാണ് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റിയത് കേട്ടോ. ഈ ഒരു കാണുന്നൊരു കുരുമുളക് തന്നെ നമ്മുടെയൊക്കെ നാട്ടിലുള്ള കുരുമുളകുമായിട്ട് വളരെ കാണാനൊക്കെ നല്ല കാഴ്ചയിലൊക്കെ നല്ല എന്താണ് സാമ്യമുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമാണല്ലോ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ. ഒരുപക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു മ്യൂട്ടേഷൻ ആയിരിക്കാം നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഇപ്പം നിൽക്കുന്ന കുരുമുളകായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുത്തനെയുള്ള കയറ്റവും അതുപോലെ തന്നെ കുത്തനെയുള്ള ഇറക്കവും എല്ലാം കയറി ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ശാരീരികമായിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ട് വരും. പക്ഷേ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ആ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ ഒരു വിധത്തിൽ കുറച്ചെടുക്കുമെന്ന് തന്നെ പറയാൻ കേട്ടോ.